നമ്മുടെ കേരളത്തിൽ ജനക്ഷേമപരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിലെ ഏറ്റവും തരംതാണ ക്രിമിനലുകൾക്കും മറ്റു ഭയാനകമായിട്ടുള്ള ഭീകര അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർക്കും മറ്റു വൃദ്ധർക്കും മറ്റ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്കും യാതൊരുവിധ തൊഴിൽ എടുക്കുവാനും പറ്റാത്തവർക്കും യാതൊരുവിധ വിധത്തിലുള്ള സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവർക്കും നല്ല രീതിയിൽ ശമ്പളം നൽകുന്ന ഈ പരിഷ്കാരമാണ് നമ്മുടെ ലോകത്തിലെ തന്നെ അഭിനന്ദനാർഹമായ നമ്മുടെ LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ജയിലുകൾ നടക്കുക എന്നുള്ള ഒരു പ്രതീതിയാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു നല്ല ജീവിതമാണ് നമ്മൾ ആകാംക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പങ്കാളികളാകുന്നവർക്കും മറ്റുള്ളവർക്കും കുട്ടികൾക്കും വളരെയധികം ഭയാനകമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു 500 രൂപ കാശ് ഒരു വീട്ടിൽ നിന്ന് മിച്ചം വയ്ക്കുക എന്നുള്ളത് വളരെയധികം കഠിനമായ ഒരു ജോലിയാണ്. 500 രൂപ മിച്ചം വെച്ച് നമ്മുടെ ജനങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ ഒരു ജോലിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ നമുക്കറിയാം, യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യാതെ തന്നെ ഒരു ജയിൽ പുള്ളിയാണെങ്കിൽ അവർക്ക് 600 രൂപ 550 രൂപ ഒരു ദിവസം വേതനം നൽകുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും വളരെയധികം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. നമുക്ക് ജയിലിനുള്ളിൽ വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം 500ഉം 600ഉം രൂപ വേതനം, ഒരു മാസം 18,000 രൂപ അടുത്ത് വേതനം ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വീടുകളിൽ നോക്കാം, ഓരോരുത്തരും 4,000, 5,000, 6,000, 7,000, 8,000, 10,000 രൂപയ്ക്ക് ഓരോ കടകളിൽ പോയി രാവിലെ 8 മണി തൊട്ട് രാത്രി 10 മണി വരെ ജോലി ചെയ്യുന്നവരും 9 മണി വരെ ജോലി ചെയ്യുന്നവരും 8 മണി വരെ ജോലി ചെയ്യുന്നവരും ഉണ്ടാകും. അവർക്കൊക്കെ കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. ഇതൊന്നും കാണാത്ത ഒരു ഗവൺമെൻറ്, ഇതൊന്നും അറിയാത്ത ഒരു ഗവൺമെൻറ് ജയിൽ പുള്ളികൾക്ക് 650ഉം 700ഉം രൂപ വെച്ചിട്ട് 18,000 രൂപ ഒരു മാസം വേതനം കൊടുക്കുന്ന ജനം. ഇത് എന്ത് നീതിയാണ്? എവിടുത്തെ നീതിയാണ്? ഈ സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? ഈ നമ്മുടെ വീടുകളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അറിയാത്ത ഒരു ഗവൺമെൻറ്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടം. നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള നല്ല നടപ്പുള്ള ജനങ്ങൾക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്.